ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഓൾറെഡി 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സാമൂഹ്യശാസ്ത്രം തുടങ്ങിയിട്ടുണ്ട്. ആ പാഠപുസ്തകത്തിൻ്റെ 1ാം ഭാഗത്തിൽ നമ്മൾ ചാപ്റ്റർ 1 ഓൾറെഡി പരിചയപ്പെട്ടു. ആ വീഡിയോ കാണാത്ത ആൾക്കാർ ആ ഭാഗം ഒന്ന് കണ്ടുവരിക. ആ ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ടത് കുറച്ച് സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ പരിചയപ്പെട്ടുള്ളത്. സിവിലൈസേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അടുത്ത ചാപ്റ്ററാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ആദ്യകാല രാഷ്ട്രങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൻ്റെ ചുവടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഗ്രീസ്, ഇറാൻ, ഇറ്റലി, ഇന്ത്യ എന്നീ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള 4 വ്യക്തികളെ അവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തിൻ്റെയും പ്രത്യേകതയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. നമുക്കെന്ത് ചെയ്യാം, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കിയാലോ. നോക്കാം. 1ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ വളയങ്ങളൊക്കെ പരിചിതമായിരിക്കും അല്ലേ? അതായത് ഒളിമ്പിക്സിൻ്റെ ചിഹ്നമാണ് ഈ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ ചിത്രം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ആ ഒളിമ്പിക്സിന്റെ ചിഹ്നം തന്നെയാണ്. ഓരോ വൻകരയെ കാണിക്കുന്ന രീതിയിലാണ് ആ വളയങ്ങളുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോർട്സ് ഭാഗങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ ഒളിമ്പിക്സിന്റെ ആരംഭം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരാതന ഗ്രീസിലാണ്. ഒളിമ്പിക്സിന്റെ ആരംഭം എവിടെയായിരുന്നോ? അത് പുരാതന ഗ്രീസിലാണ്. നെക്സ്റ്റ് അടുത്ത കാര്യം, ജനാധിപത്യം എന്നുള്ള സംഭവമാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പരിചയപ്പെടുന്നത്. ആ ജനാധിപത്യം എവിടെയാണ് ഉടലെടുത്തത്? അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഗ്രീക്കിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ഏതൻസ്. ഗ്രീക്കിലെ നഗര രാഷ്ട്രമായ ഏതൻസിലാണ് ജനാധിപത്യം രൂപം കൊണ്ടത്. അതേപോലെ തന്നെ ലോകത്തിന് ഗ്രീസ് നൽകിയ ഏറ്റവും വലിയ സംഭാവനയും ഏത് തന്നെയാണ്? ജനാധിപത്യം എന്നുള്ള ആശയം തന്നെയാണ്. ഇനി ഈ ഗ്രീസ് അല്ലെങ്കിൽ ഗ്രീക്ക് പ്രദേശം ഏത് വൻകരയുടെ ഭാഗം? അത് യൂറോപ്പിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കിട്ടിക്കൊള്ളണം. അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. 1ാമത്തെ കാര്യം, ഒളിമ്പിക്സിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നത് ഗ്രീസിലാണ്. അതേപോലെ തന്നെ ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ഉദയമുള്ളത്, ഉദയം ചെയ്തത്. അതേപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ അടുത്തായിട്ട്, ഗ്രീക്കിലെ നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെ? ഞാൻ പറഞ്ഞു നേരത്തെ ഏതൻസ് ഒരു നഗരരാഷ്ട്രമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഏതൊക്കെയാണ് മറ്റുള്ള നഗരരാഷ്ട്രങ്ങൾ എന്നുള്ളത് പരിചയപ്പെടുകയാണ്. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. അവിടെ കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊള്ളുകയാണ് ചെയ്തത്. കാലക്രമേണ എന്ത് ചെയ്യുന്നു, ഒരു നഗരവും അതിന് ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്നിട്ട് അത് നഗര രാഷ്ട്രങ്ങളായിട്ട് മാറുക ചെയ്യുന്നത്. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു, അതെന്തായിട്ട് മാറി? നഗരങ്ങൾ രൂപം കൊണ്ടു. അതെന്ത് ചെയ്തു? കുറേ ഗ്രാമങ്ങളിലും കൂടി ഒത്തുചേർന്നിട്ട് നഗര രാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയാണ്. അങ്ങനെ ഈ നഗര രാഷ്ട്രങ്ങളെ വിളിച്ച പേരാണ് പോളിസ്. അപ്പൊ എന്താ പോളിസ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? POLIS, പോളിസ്. അപ്പൊ എന്താ? ഗ്രാമങ്ങൾ നഗരങ്ങളായി, നഗരങ്ങൾ എന്തായി? നഗര രാഷ്ട്രങ്ങളായി. ഈ നഗര രാഷ്ട്രങ്ങളാണ് എന്തായിട്ട് മാറിയത്? പോളിസ്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. പോളിസ് എന്താന്ന് മനസ്സിലായല്ലോ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത കാര്യം, ഗ്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് അവിടെ യൂറോപ്പ് എന്നുള്ള വൻകര അവിടെ കാണാമല്ലോ. യൂറോപ്പ് എന്നുള്ള വൻകര ഇതാ ഇവിടെ കാണുന്നത്. ഇതൊക്കെ യൂറോപ്പ് വൻകരയാണ്. ഏഷ്യയുടെ തുടർച്ചയായിട്ട്, ഏഷ്യയുടെ കാണാൻ പറ്റില്ലെങ്കിലും ഏഷ്യയുടെ തുടർച്ചയായിട്ട് ഇവിടെ യൂറോപ്പ് എന്നുള്ള വൻകരയുണ്ട്. അവിടെയായിട്ട് ഈ ഭാഗത്തൊക്കെ മെഡിറ്ററേനിയൻ കടലൊക്കെ ഉണ്ട് കേട്ടോ. മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? ഗ്രീസ് എന്നുള്ള രാജ്യത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വേൾഡ് മാപ്പിൽ ഗ്രീക്കിന്റെ സ്ഥാനം ഞാൻ കാണിച്ചു തന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രീക്കിലെ അല്ലെങ്കിൽ ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഓക്കെ, അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിക്ചർ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. ആ പിക്ചർ വലുതാക്കിയ സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കുറച്ച് നഗര രാഷ്ട്രങ്ങളുടെ പേര് കിട്ടി. പേരുകൾ കൊറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട. പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവുമല്ലോ. ഏതൻസും സ്പാർട്ടയാണ് 2 പ്രധാനപ്പെട്ട ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങൾ. കൊറിന്ത്, തീബ്സ് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇനി എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഏതൻസ് സ്പാർട്ടയിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ജനാധിപത്യം രൂപം കൊണ്ടത് പുരാതന ഗ്രീസിലാന്ന് ഞാൻ പറഞ്ഞു, അത് ഏതൻസിലാന്ന് ഞാൻ പറഞ്ഞു. അത് ആരുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടു എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ പെരിക്ലിസ് ആണ്. പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ എന്ത് ചെയ്യുന്നത്, വിപുലമാകാൻ തുടങ്ങിയത് ജനാധിപത്യം. ഏതൻസിലെ ഈ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടത്. കിട്ടിയല്ലോ. അപ്പോൾ പെരിക്ലിസിന്റെ കാലത്ത് എന്ത് ചെയ്തു, ഈ ജനാധിപത്യം എന്നുള്ള ആശയം എന്ത് ചെയ്തു, കൂടുതൽ വിപുലമാകാൻ തുടങ്ങി. അതേപോലെ തന്നെ ഏതൻസിലെ രാഷ്ട്രീയ സഭ എന്ത് പേരിൽ അറിയപ്പെട്ടു, അസംബ്ലി. അസംബ്ലി എന്നുള്ള പേരൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ, അസംബ്ലി ഇലക്ഷൻ ഒക്കെ എന്നൊക്കെ ടേമുകളിലൊക്കെ കേട്ടതാണല്ലോ. എന്ത് മനസ്സിലാക്കി വെക്കുക, ഏതൻസിലെ രാഷ്ട്രീയ സഭ അറിയപ്പെട്ട പേരാണ് അസംബ്ലി. അടുത്തായിട്ട് പെരിക്ലിസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. നേരത്തെ പരിചയപ്പെട്ടു, നമ്മൾ പെരിക്ലിസിന്റെ പേര് പരിചയപ്പെട്ടു. അപ്പോൾ ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആ പെരിക്ലിസിന്റെ കാലഘട്ടത്തിലാണ് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയത്. ഓക്കെ, അപ്പോൾ പെരിക്ലിസിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അധികാരം ഒരാൾ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതായിരിക്കണം എന്നതായിരുന്നു പെരിക്ലിസിന്റെ ആശയം. ഓക്കെ, ഇപ്പോഴത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രക്രിയ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉള്ളതാകണം എന്നതായിരുന്നു ഏതിന്റെ ആശയം, പെരിക്ലിസിന്റെ ആശയം, പെരിക്ലിസ് എന്ന വ്യക്തിയുടെ ആശയം അല്ലെ. അതായിരുന്നു ഏതൻസ് എന്നുള്ള ആ ഭാഗത്തിന് അത്രത്തോളം സ്ഥാനം കൊടുക്കാൻ കാരണമായിട്ടുള്ളത്. ഓക്കെ, പക്ഷെ അടുത്തായിട്ട് ഏതൻസിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. ഓക്കെ, ഒന്നാമത് കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളതായിരുന്നു അവരുടെ വിദ്യാഭ്യാസ രീതി. നമ്മളിപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം കേരളത്തിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന രീതിയിൽ തന്നെയാണ്, നൽകുന്ന രീതിയിലാണ് നമ്മൾ കേരളത്തിലൊക്കെ ഇപ്പം പോകുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, അങ്ങനെ ഒരു ആശയം അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഏതൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ കിട്ടിയല്ലോ. ഒരു പക്ഷേ പ്രസ്താവന രീതിയിൽ ഇത് ഏത് ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പ്രദേശത്തിൻ്റെ സവിശേഷതയാണ് എന്ന രീതിയിലൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം, പ്രത്യേകിച്ച് SCERT പാഠപുസ്തകത്തിൽ പറയുന്നതുകൊണ്ട് തന്നെ. സ്പാർട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രദേശമാണല്ലോ സ്പാർട്ട. ഓക്കെ, ഞാൻ പറഞ്ഞു സ്പാർട്ടയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. ഓർത്ത് വെക്കുക, ഏതൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത്. പ്രഭുഭരണമാണ് എവിടെ ഉണ്ടായിരുന്നത്, സ്പാർട്ടയിൽ. ഏതൻസിൽ എന്തായിരുന്നു, ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ജനാധിപത്യ ഭരണം ഉണ്ടായിരുന്നത് അല്ലെ. പക്ഷേ ഇവിടെ ഏതൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രഭുഭരണം എവിടെ ഉണ്ടായിരുന്നു, സ്പാർട്ടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെ മൂല്യം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതോ, നേരത്തെ നമ്മൾ പറഞ്ഞത് 2 വർഷത്തെ സൈനിക സേവനമാണ് വേണ്ടിയിരുന്നത്. ഇവിടെ പറയുന്നത് എന്താ, 23 വർഷത്തെ സൈനിക സേവനമാണ്. പക്ഷേ നമ്മൾ ഇപ്പം ഓട്ട മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ മാരത്തൺ ഓട്ടം. ആ മാരത്തൺ ഓട്ടം എങ്ങനെയാണ് ആ പേര് വന്നത്, അല്ലെങ്കിൽ ആ ഓട്ടമൊക്കെ എങ്ങനെയാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് അടുത്ത പരിശോധിക്കുന്നത്. കാര്യം മനസ്സിലാക്കി വെക്കുക, ഇവിടെ ഗ്രീക്കുകൾ പല യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലം. ആ കാലഘട്ടത്തിൽ ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്ക് അപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടാണ് ചെയ്തത്. അതിനുശേഷം യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയക്കുക ചെയ്യുന്നത്. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ എന്ത് പറയുന്നു, ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. എന്നാൽ അപ്പോൾ ഇത്രത്തോളം മൈലുകൾക്ക് അപ്പുറത്തുനിന്നാണ് ഓടി വരുന്നത്, 26 മൈലുകൾക്ക് അപ്പുറത്തുനിന്നാണ് ഓടി വരുന്നത് അദ്ദേഹം അല്ലേ. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക, ഈ ദീർഘദൂരം ഓടിയതിൻ്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെടുക ചെയ്തത്.
അങ്ങനെ ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ദീർഘദൂര ഓട്ടത്തിന് പിന്നീട് കൊടുത്ത പേരാണെന്ത്? മാരത്തൺ ഓട്ടം. അപ്പം മാരത്തണിൽ നിന്ന് എന്ത് ചെയ്യാണ്, ആ രീതിയിൽ ഓട്ടം വരികയാണ്. ആ ഓട്ടത്തിന്റെ പേര് എന്തായിട്ട് മാറി പിന്നീട്? മാരത്തൺ ഓട്ടം. അപ്പൊ ദീർഘദൂര ഓട്ടത്തിന്റെ പേര് എന്തായിട്ട് മാറി പിന്നീട്? മാരത്തൺ ഓട്ടം എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്തത്. കാര്യം കിട്ടിയല്ലോ. അടുത്തായിട്ട് രണ്ട് വ്യക്തികളെ കുറിച്ച് പരിചയപ്പെടണം നമുക്ക്. ഹെറോഡോട്ടസും തൂസിഡൈസും. രണ്ട് വ്യക്തികൾ, അതായത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ, രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇതിവൃത്തമാക്കി രചിച്ചൊരു കൃതിയുണ്ട്, ദ ഹിസ്റ്ററീസ് എന്ന കൃതി. അപ്പോൾ ദ ഹിസ്റ്ററീസ് എന്ന കൃതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓർത്തു വെക്കുക, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ. അതേപോലെ തന്നെ ലോകത്തെ ആദ്യ ചരിത്ര കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഏത് തന്നെയാണ്? ദ ഹിസ്റ്ററീസ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ചരിത്രത്തിന്റെ പിതാവ് എന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെറോഡോട്ടസ് അടാ. അപ്പൊ 3 പോയിന്റ് കിട്ടിയോ? ദ ഹിസ്റ്ററീസ് എന്നുള്ള കൃതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ആസ്പദമാക്കിയിട്ട്. ആദ്യത്തെ ചരിത്രകൃതി ഏതാ? അതാണ് ദ ഹിസ്റ്ററീസ്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഹെറോഡോട്ടസ്. കാര്യം കിട്ടിയല്ലോ. അപ്പോൾ ആ കാര്യം അവിടെ മാറ്റി വെക്കാൻ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പൊനീഷ്യൻ യുദ്ധം. പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാ? സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള യുദ്ധമാണ്. രണ്ട് വ്യത്യസ്ത തരമുള്ള ആശയങ്ങളായിരുന്നു സ്പാർട്ടയിലും ഏതൻസിലും ഉണ്ടായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, പെലോപ്പൊനീഷ്യൻ യുദ്ധം നടക്കുന്നു. ആരൊക്കെ തമ്മിൽ? ഏതൻസും സ്പാർട്ടയും തമ്മിൽ. അങ്ങനെ ആ ചരിത്രം രേഖപ്പെടുത്തിയ തൂസിഡൈസ് എന്ന ചരിത്രകാരന്റെ കൃതിയാണ് ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ വാർ. ആ വാറിന്റെ പേരെന്താ? പെലോപ്പൊനീഷ്യൻ വാർ അല്ലെ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് പെലോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്നത് ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള യുദ്ധമാണെന്ന് മനസ്സിലാക്കിയല്ലോ നിങ്ങൾ. അപ്പോൾ ആ ചരിത്രകൃതി രചിച്ചത് ആരാന്ന് ചോദിക്കാം. അതായത് ദ ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ വാർ എന്നുള്ള കൃതി രചിച്ചത് അത് തൂസിഡൈസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ദ ഹിസ്റ്ററീസ് എന്നുള്ള കൃതി രചിച്ചിരിക്കുന്നത് ആരാന്ന് മനസ്സിലാക്കി വെച്ചോളാം, ഹെറോഡോട്ടസ്. രണ്ട് വ്യക്തികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെറോഡോട്ടസും തൂസിഡൈസും. രണ്ട് കൃതികൾ, രണ്ട് യുദ്ധങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ നോക്കി, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 3 തത്വചിന്തകരുടെ പിക്ചർ ഇവിടെ കാണാം. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന 3 തത്വചിന്തകർ, നമ്മളിപ്പോഴും ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന 3 ആ തത്വചിന്തകന്മാരാണ് ഈ കാണുന്ന നിങ്ങൾക്ക്. അതായത് ഗ്രീക്ക് തത്വചിന്തകന്മാരിൽ പ്രധാനപ്പെട്ട 3 പേരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഓർത്ത് വെക്കുക, സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലേറ്റോ, പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. കിട്ടിയല്ലോ, ആ ഘടന കിട്ടിയല്ലോ. ഘടന എങ്ങനെയാണ്? സോപ്ലെ അരിസ്റ്റോട്ട. എങ്ങനെ കിട്ടണം? സോപ്ലെ അരിസ്റ്റോട്ട. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അതാണ് ക്രമം. ഓക്കെ. അപ്പം സോക്രട്ടീസിന്റെ ആശയം എന്താണെന്ന് നോക്കാം നമുക്ക്. സോക്രട്ടീസ് പറഞ്ഞ കാര്യം ഇതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വം ഇതാണ്: അറിവാണ് നന്മ അല്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ടേം അല്ലേ അത്? അറിവാണ് നന്മ എന്ന് പറയുന്നത് ആരുടെ വാചകങ്ങളാണ് അല്ലെങ്കിൽ ആരുടെ തത്വമാണ്? അതാണ് സോക്രട്ടീസിന്റെ തത്വങ്ങൾ. അതേപോലെ തന്നെ ഇന്ന് ലോകം പിന്തുടരേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സംവാദ രീതി. മറ്റുള്ളവരുടെ കാര്യങ്ങളും കേട്ടുകൊണ്ട് ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. ആ രീതിയിൽ സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോക്രട്ടീസ് ആട്ടോ. അതേപോലെ തന്നെ സോക്രട്ടീസിന്റെ ശിഷ്യനിലേക്ക് വരാം, നമുക്ക് പ്ലേറ്റോയിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ പഠന കേന്ദ്രത്തിന്റെ പേരാണ് അക്കാദമി. എന്താടാ? അക്കാദമി എന്നുള്ളത് ആരുടേതാണ് സ്ഥാപനം? അത് പ്ലേറ്റോ നിർമ്മിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പഠന കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി റിപ്പബ്ലിക് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പബ്ലിക് ആരുടെ കൃതിയാണ്? ഓർത്തു വെക്കുക, പ്ലേറ്റോയുടെ കൃതിയാട്ടോ. അടുത്തായിട്ട് പ്ലേറ്റോയുടെ ശിഷ്യനിലേക്ക് പോകാം നമുക്ക്. അപ്പം പ്ലേറ്റോയുടെ അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ ഒരു പഠന കേന്ദ്രമുണ്ട്, അതിന്റെ പേരാണ് ലൈസിയം. ഏതാടാ? ലൈസിയം എന്നുള്ള പഠന കേന്ദ്രം അരിസ്റ്റോട്ടിൽ, അക്കാദമി എന്നുള്ള പഠന കേന്ദ്രം പ്ലേറ്റോയുടേത്. അതേപോലെ തന്നെ ഈ അരിസ്റ്റോട്ടിലിന്റെ കൃതിയുടെ പേരാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് അരിസ്റ്റോട്ടിൽ, റിപ്പബ്ലിക് എന്നുള്ള കൃതിയുടെ രചയിതാവ് പ്ലേറ്റോ. കിട്ടിയല്ലോ വസ്തുതകള്. നെക്സ്റ്റ് അടുത്ത കാര്യം,
പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതായത് ഇലിയഡ്, ഒഡീസി എന്നുള്ള കൃതി രചിച്ചത് ആരെന്ന് മനസ്സിലാക്കി വെച്ചോളണം, അത് ഹോമറാന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഇതാണ് ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോയിന്റ്. എന്താ പറഞ്ഞത്? പുരാതന ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിന്റെ കൃതികളിൽ നിന്നാണ്. അപ്പൊ ഹോമറിന്റെ കൃതി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, ഇലിയഡ്, ഒഡീസി മതി. അത്രയും കാര്യം അവിടെ. ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ച് അല്ലെങ്കിൽ സാമ്രാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന സാമ്രാജ്യമാണ് അല്ലെങ്കിൽ സംസ്കാരമാണ് പേർഷ്യൻ സംസ്കാരം. ഈ പേർഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന പ്രദേശമായിരുന്നു ഇറാൻ എന്നുള്ള രാജ്യം. റീസെന്റ് ആയിട്ട് ഇറാനെ കുറിച്ചെല്ലാം നിങ്ങൾ പരിചിതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, അക്കാലത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരം അല്ലെങ്കിൽ സാമ്രാജ്യമായിരുന്നു ഈ പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ഈ ഇറാൻ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നിട്ടുള്ളതായിരുന്നു ഏത് ഈ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഇവരുടെ ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പെർസേപ്പൊളിസ്. എന്താ പേര്? പെർസേപ്പൊളിസ്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പെർസേപ്പൊളിസ്. പെർസേപ്പൊളിസിന്റെ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അടുത്തായിട്ട് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറസ്, ദാരിയസ് ഒന്നാമൻ, അതേപോലെ തന്നെ സർക്സിസ്. ഈ 3 വ്യക്തികളായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. അപ്പോൾ ഈ പേർഷ്യൻ ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്കവിടെ സത്രപികളായിട്ട് ഈ സാമ്രാജ്യത്തെ വിഭജിച്ചതായിട്ട് കാണാൻ പറ്റും. അതായത് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പല പ്രവിശ്യകളായിട്ട് തരംതിരിച്ചു. ഈ പ്രവിശ്യകളെ വിളിക്കുന്ന പേരാണത് സത്രപി എന്ന രീതിയിൽ. സത്രപി എന്ന് പറഞ്ഞാൽ പ്രവിശ്യകളാണ്. അപ്പോൾ ഈ സത്രപ് എന്നറിയപ്പെടുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു ഓരോ സത്രപിയും. സത്രപി എന്ന് പറയുന്നത് പ്രവിശ്യകളാണ്. ആ പ്രവിശ്യകളിലെ ഗവർണർമാരുടെ കീഴിൽ. അപ്പൊ സത്രപ് എന്നാണ് അവിടെയുള്ള ഗവർണർമാരെ അറിയപ്പെട്ട പേര്. സത്രപുമാര് രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. ഇങ്ങനെയായിരുന്നു അവരുടെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. ഒരു പക്ഷെ ചോദിക്കാട്ടോ, സത്രപിനെ കുറിച്ചെല്ലാം ചോദിക്കാം, അല്ലെങ്കിൽ സത്രപ് എന്ന് പറയുന്ന ആരുടെ പേരാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ കിട്ടിക്കൊള്ളണം. പേർഷ്യൻ ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം. അടുത്ത നോക്കി നമ്മൾ കുറച്ച് ദർശനങ്ങളൊന്ന് പരിചയപ്പെടുകയാണ്. അതായത് സരതുഷ്ട ദർശനം എന്നൊരു ദർശനം. അതായത് പേർഷ്യയിൽ രൂപം കൊണ്ട ഒരു ദർശനത്തിന്റെ പേരാണ് സരതുഷ്ട്ര ദർശനം. കിട്ടിയല്ലോ? എവിടെ രൂപം കൊണ്ടത്? പേർഷ്യയിലാണ്. അപ്പോൾ ഇത് പേരിങ്ങനെ കിട്ടാൻ കാരണം നിങ്ങൾ ചിന്തിച്ചേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരൊക്കെയാണ്. അപ്പോൾ പേരങ്ങനെ കിട്ടാൻ കാരണം എന്ന് പറയുന്നത് ഇത് സ്ഥാപിച്ച ആളുടെ പേരാണ് സരതുഷ്ട്ര. ഓക്കെ, സരതുഷ്ട്രയാണ് എന്ത് ചെയ്തത്? ആ രീതിയിൽ അങ്ങനെ ഒരു ദർശനം സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, അവര് ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അവരുടെ ഏകദൈവത്തിന്റെ പേരാണ് അഹുരമസ്ത. എന്താണ്? അഹുരമസ്ത എന്ന് വിളിക്കപ്പെടുന്ന ഏകദൈവത്തിലാണ് സരതുഷ്ട്ര ദർശനം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവർക്കൊരു മതഗ്രന്ഥം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് സെന്റവസ്ഥ. എന്താണ്? സെന്റവസ്ഥ. സെന്റവസ്ഥ എന്നത് സരതുഷ്ട്ര ദർശനത്തിന്റെ മതഗ്രന്ഥമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. എന്നുവെച്ചാൽ അടുത്ത കാര്യം നമുക്ക് പഠിക്കാനുള്ളത് റോമൻ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പേർഷ്യൻ കഴിഞ്ഞു, ഗ്രീക്ക് കഴിഞ്ഞു, അടുത്തായിട്ട് റോമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് റോമൻ സംസ്കാരം എവിടെ ഉണ്ടായിരുന്ന സംസ്കാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോളണം, ഇറ്റലിയിലുണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തിന്റെ കാര്യമാണ് ഇനി അങ്ങോട്ടേക്ക് നോക്കുന്നത് നമ്മൾ. അതായത് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, റോമ നഗരം കണക്കാക്കപ്പെടുന്നത് പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായിട്ടാണ്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമ നഗരം ആണെന്ന് മനസ്സിലാക്കി വെച്ചോളണം. അതേപോലെ തന്നെ
എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നുണ്ടായിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയുണ്ടായത്. പിന്നീട് BC 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. ഓർത്തു വെക്കേണ്ട കാര്യം, പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. അപ്പോൾ റോമിലായിരുന്നു ഏത് രൂപം കൊണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക, റിപ്പബ്ലിക്കിന്റെ ഉദയം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള. ഓക്കെ, എങ്ങനെയാണ് ആ റിപ്പബ്ലിക്കിന്റെ ഉദയം വന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട 2-3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. അടുത്തായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണല്ലോ ജൂലിയസ് സീസർ. കാണാം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഏകദേശ രൂപഘടന ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന രീതിയിൽ നമുക്ക് ആ പിക്ചറിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു പിക്ചറൊന്നും നമ്മൾ കൈവച്ചില്ല. ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, രൂപഘടന എന്ന രീതിയിൽ ജൂലിയസ് സീസറെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓർത്തു വെക്കുക, റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു എന്തുണ്ടായിരുന്നത്, ഭരണ ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ രാജാവിന് പകരം ആരുണ്ടായിരുന്നു, കോൺസൽ ഉണ്ടായിരുന്നു. പിന്നീട് BC 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര്, ജൂലിയസ് സീസർ. അതാണ് ഞാൻ ആദ്യം തന്നെ ആരെ പരിചയപ്പെടുത്തിയത്, ജൂലിയസ് സീസറിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കോൺസൽ ആയിരുന്നു, രാജാവിന് പകരം ഉണ്ടായിരുന്നത്. അങ്ങനെ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര്, ജൂലിയസ് സീസർ. അങ്ങനെ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായിട്ട് അദ്ദേഹം അധികാരം കീഴടക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജൂലിയസ് സീസറെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. അദ്ദേഹം ഒരു കോൺസൽ ആയിരുന്നു. പിന്നീടായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ റിപ്പബ്ലിക്കൻ ഭരണരീതി അവിടെ അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഏകാധിപതിയായിട്ട് അധികാരം കൈയടക്കുക ചെയ്തത്. അടുത്ത പ്രധാനപ്പെട്ട ഈ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അഗസ്റ്റസ്. ഓക്കെ, അഗസ്റ്റസിന്റെ ഭരണകാലത്ത് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, റോമ സാമ്രാജ്യമായിട്ട് മാറി. റോമൻ റിപ്പബ്ലിക് എന്നുള്ളത് മാറുന്നത് ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ പൂർണ്ണമായിട്ട് റോമ സാമ്രാജ്യമായിട്ട് മാറിയത് ആരുടെ കാലഘട്ടത്തിലാണ്, അഗസ്റ്റസിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. അപ്പോൾ 2 വ്യക്തികൾ, ഒന്ന് ജൂലിയസ് സീസർ, അടുത്തത് അഗസ്റ്റസ്. 2 വ്യക്തികളുടെ പിക്ചർ ഞാനിവിടെ കാണിച്ചു തന്നു. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായിട്ട് മാറുകയാണ് ചെയ്തത്. സാമ്രാജ്യമായതിനു ശേഷം എന്തായിട്ട് മാറും, ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെയുള്ള കാര്യം ഇതിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അടുത്തായിട്ട് റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കിയ നിങ്ങൾ, യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ കണ്ടില്ലേ, ഇത്രയും രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വൻകരകളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു ഏത്, റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഏതൊക്കെ വൻകര, യൂറോപ്പ് ഉണ്ട്, പടിഞ്ഞാറൻ ഏഷ്യ ഉണ്ട്, പശ്ചിമേഷ്യ ഉണ്ട്, അതേപോലെ തന്നെ വടക്കൻ ആഫ്രിക്ക. ഓക്കെ, ഇത്രയും വൻകരകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന അല്ലെ, യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ ഇത്രയും ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം, റോമൻ ചക്രവർത്തിമാര് അറിയപ്പെട്ട പേരാണ് പ്രിൻസപ്പ് എന്നുള്ള വാക്കിന്റെ മീനിങ് ഇതാണ്, പ്രഥമ പൗരൻ എന്നാണ് പ്രിൻസപ്പ് എന്നുള്ള വാക്കിന്റെ മീനിങ് കേട്ടോ. അപ്പൊ റോമൻ ചക്രവർത്തിമാർ എന്ത് പേരിൽ അറിയപ്പെട്ടു, പ്രിൻസപ്പ് തലവനായിരുന്ന ആ ഭരണ സംവിധാനം അറിയപ്പെട്ട പേരാണ് പ്രിൻസിപ്പേറ്റ്. എന്താണ്, പ്രിൻസിപ്പേറ്റ് എന്നാണ് അറിയപ്പെട്ടത്. പ്രിൻസപ്പ് തലവനായ ഭരണ സംവിധാനം എന്തറിയപ്പെട്ടു, പ്രിൻസിപ്പേറ്റ്. പേരിന്റെ അത് തന്നെ കിട്ടും, പ്രിൻസിപ്പേറ്റ്. നെക്സ്റ്റ് അഗസ്റ്റസ്, പ്രിൻസിപ്പേറ്റ് ഭരണം എന്നുള്ള ആ ഭരണം എന്ത് ചെയ്യാണ്, സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു ആ രീതിയിൽ തന്നെ അഗസ്റ്റസ് ആണ് ആ രീതിയിലുള്ള ഭരണം കൊണ്ടുവരുന്നത്. അപ്പോൾ അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് എന്നുള്ള ഭരണം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ. എന്തൊക്കെയാ, യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളായിട്ട് വ്യാപിച്ചു കിടന്നതായിരുന്നു. പ്രിൻസപ്പ് എന്നറിയപ്പെട്ട ചക്രവർത്തിമാര്, പ്രിൻസപ്പേറ്റ് എന്ന രീതിയിൽ ഒരു ഭരണ സംവിധാനം, അതേപോലെ തന്നെ പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് അത് അഗസ്റ്റസ് ആണ്. അതേപോലെ തന്നെ വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം ഇവിടെ ഉണ്ടായിരുന്നു. ഓർത്തു വെച്ചോളല്ലോ, അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ.
നെക്സ്റ്റ് ജനപദങ്ങൾ എന്നുള്ള ടേമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ജനപദങ്ങൾ എന്നുള്ള ടേം ആദ്യം ഒന്ന് പരിചയപ്പെടുന്നു, അതിനുശേഷം കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ്. സിമ്പിൾ അല്ലേ? ജനം അധിവസിച്ച സ്ഥലം എന്താണ്? ജനപദമാണ്. അതായത് വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായിട്ട് താമസിച്ചു. ഇങ്ങനെയാണ് ഏത് രൂപം കൊള്ളുന്നത്? ജനപദങ്ങൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ കുറെ ജനപദങ്ങൾ ആ സമയത്ത് രൂപം കൊള്ളുന്നതാണ്. നെക്സ്റ്റ് അടുത്തായിട്ട് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട 16 മഹാജനപദങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പേരുകളൊന്ന് പരിചയപ്പെടുക, ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക, വേറെ ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് പറയാം. ജനപദം എന്താണെന്ന് മനസ്സിലായാലും നിങ്ങൾക്ക്. ഇവിടെ നോക്കിയോ, കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. കിട്ടിയല്ലോ? കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വഞ്ചി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ. ഇങ്ങനെയായിരുന്നു 16 മഹാജനപദങ്ങൾ. പേര് കേട്ട് പോവുക, വേറെ ആവശ്യമില്ല. ഓക്കെ, ഓർത്ത് വെക്കേണ്ട പേരുകൾ ഞാൻ അങ്ങോട്ടേക്ക് പറയാം. ജനപദങ്ങൾ പിന്നീട് എന്ത് ചെയ്യുന്നു? മഹാജനപദങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചല്ലോ 1ാമത്തെ ചാപ്റ്ററിൽ 1ാം നഗരവൽക്കരണം എന്നറിയപ്പെട്ടത് എന്തായിരുന്നു? അറിയാവോ? ഓർക്കുന്നുണ്ടോ? 1ാം നഗരവൽക്കരണം എന്നറിയപ്പെട്ടത് എന്തായിരുന്നു ഇന്ത്യയില്? യെസ്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്കാരം ഉടലെടുത്താണല്ലേ. അപ്പോൾ വീഡിയോ കാണാത്ത ആൾക്കാർ, 1ാമത്തെ വീഡിയോ കാണാത്ത ആൾക്കാർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി സംസ്കാരം ഉടലെടുത്തത് എവിടെയൊക്കെ ഒന്ന് ആ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. 2ാം നഗരവൽക്കരണം എന്നറിയപ്പെട്ടത് ഏതാ? മഹാജനപദങ്ങളുടെ കാലമാണ് അല്ലേ. നെക്സ്റ്റ് അടുത്തായിട്ട് മഗധ. നമ്മൾ പരിചയപ്പെട്ട ആ 16 മഹാജനപദങ്ങളിലെ മഗധയാണ് എടുത്ത് പരിശോധിക്കുന്നത്. BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. മഗധയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തൂളാ. ഓക്കെ, നെക്സ്റ്റ് മഗധയുടെ വളർച്ചയ്ക്ക് സഹായമായ ഘടകങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അവിടെ ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു എന്നതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ശക്തമായിട്ടുള്ള ഭരണാധികാരികളും സൈന്യവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതായത് മഗധ എന്ന് പറയുന്ന പ്രദേശം ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂഷ്ടതയാണ് അവിടെ പ്രധാനപ്പെട്ട സവിശേഷത. ഓർത്തു വെക്കുക, നമ്മുടെ ഉത്തര മഹാസമതലം ഭാഗമില്ല ഇന്ത്യയുടെ, ആ ഭാഗത്താണ് ഈ സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം. അതുകൊണ്ട് തന്നെ ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂഷ്ടത അവിടെയുണ്ട്. അതേപോലെ തന്നെ അടുത്ത പ്രദേശം, അടുത്ത ഭാഗം, അടുത്ത കാര്യം ഓർത്തു വെക്കേണ്ടത് ഇരുമ്പയിരിന്റെ സാന്നിധ്യം അത് ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും കൊണ്ടുവരാൻ അവിടെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഫലഭൂഷ്ടിയുടെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും പുരോഗതി ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, സൈന്യം ഉണ്ടായിരുന്നു, ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇരുമ്പിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും വലിയ രീതിയിൽ പുരോഗതി ഉണ്ടാക്കാൻ ഈ സാമ്രാജ്യത്തിന് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതാണ് വളർച്ചയ്ക്ക് സഹായിച്ച പ്രധാനപ്പെട്ട ഘടകം. മഗധയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ ബിംബിസാരൻ, സെക്കൻഡ് വൺ അജാതശത്രു, അടുത്തത് മഹാപത്മനന്ദൻ, അതേപോലെ തന്നെ ധനനന്ദൻ. ഇതായിരുന്നു മഗധയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. കിട്ടിയല്ലോ? ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. കിട്ടിയല്ലോ? പക്ഷെ അടുത്തായിട്ട് മഗധയുടെ തലസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. മഗധയുടെ തലസ്ഥാനങ്ങള് തുടക്കത്തിൽ അത് രാജഗൃഹമായിരുന്നു, അല്ലെങ്കിൽ ബീഹാറിലെ രാജ്ഗീർ എന്ന് പറയുന്ന പ്രദേശം. ഓക്കെ, രാജഗൃഹം അല്ലെങ്കിൽ രാജ്ഗീർ. പിന്നീട് അതെന്തായിട്ട് മാറുന്നു? പാടലിപുത്രം, അല്ലെങ്കിൽ പാടലിപുത്രത്തിന്റെ മറ്റൊരു പേരാണ് പാറ്റ്ന എന്ന് പറയുന്നത്. അതായത് നിലവിൽ അത് ബീഹാറിന്റെ തലസ്ഥാനമായിട്ടുള്ള പാറ്റ്നയാണ്. മുമ്പ് എന്തായിരുന്നു? അത് പാടലിപുത്ര ആയിരുന്നു. ആ പാടലിപുത്രം സ്ഥാപിച്ചത് ശേഷാസൂര്യന്റെ കാലഘട്ടത്തിലൊക്കെയാണ് പാടലിപുത്രം സ്ഥാപിക്കുന്നത്. ഓക്കെ, അത് പാറ്റ്ന എന്ന രീതിയിൽ ഇപ്പൊ അറിയപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൗര്യ രാജ്യത്തെ കുറിച്ചാണ് അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൗര്യ രാജ്യം BCE 321
മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യാണ് മഗധയുടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. അപ്പം ധനനന്ദനായിരുന്നു അവസാനത്തെ മഗധയിലെ രാജാവ്. ആ രാജാവിനെ പരാജയപ്പെടുത്തി ആര് വരികയാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. വർഷം ഓർത്തു വെക്കാൻ പറ്റുമല്ലോ. വർഷം BCE 321 BCE 321. ഓക്കെ, അതായത് 321. ഓക്കെ, തിരിച്ചിട്ടാൽ 123 ആവും അല്ലെ. അപ്പൊ 321 BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ ഏത് സ്ഥാപിക്കുന്നത്? മൗര്യരാജ്യം സ്ഥാപിക്കുന്നത്. അടുത്തായിട്ട് മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് മൗര്യരാജ്യം സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗമൊന്നും ഇല്ല ഇവിടെ. ഓർത്തു വെക്കേണ്ട അടുത്ത കാര്യം, അടുത്തത് കൗടില്യൻ. ഓക്കെ, കൗടില്യനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. കൗടില്യന്റെ ഗ്രന്ഥം അത് ആദ്യം കണക്ട് ചെയ്ത് വെച്ചുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം ആരുടെ ഗ്രന്ഥം ചോദിച്ചിട്ടുണ്ട്? കൗടില്യന്റെ ഗ്രന്ഥമാണ്. ഓർത്തു വെക്കേണ്ടത്, നമ്മൾ മൗര്യ രാജവംശത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കൗടില്യയിലേക്ക് നേരെ ചാടി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശാസ്ത്രം എന്നുള്ള ആ ഗ്രന്ഥത്തിൽ നിന്നാണ് മൗര്യ രാജ്യത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. കിട്ടിയല്ലോ. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം ഇവിടെ പറയേണ്ട കാര്യം. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യം വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ രാജ്യഭരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. അടുത്ത കാര്യം, രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ച് എല്ലാം വിശദമായ വിവരണങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് ഏതെന്ന് മനസ്സിലാക്കി വെക്കാം. അർത്ഥശാസ്ത്രം. 2 പോയിന്റ് ഓർത്ത് വെച്ചോളണം ഇവിടെ. ഒന്ന്, അർത്ഥശാസ്ത്രം രചിച്ച ആരാ? കൗടില്യനാണ്. അടുത്തതായിട്ട് മൗര്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെന്നാ? അത് അർത്ഥശാസ്ത്രത്തിനാണ്. ഈ പോയിന്റാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടത്. അടുത്തായിട്ട് ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ദർശനങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതായത് പ്രാചീന ഇന്ത്യയിലുണ്ടായ ആദ്യകാല രാഷ്ട്ര രൂപീകരണം നമ്മൾ കുറെ കണ്ടു. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട കുറച്ച് ദർശനങ്ങളിലേക്ക് നമുക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ ദർശനമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് പാഠപുസ്തകത്തിൽ ജൈനമത ദർശനത്തെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഇത് രൂപം കൊണ്ട കാലഘട്ടമാണ് BCE 6-ാം നൂറ്റാണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഏത് രൂപം കൊള്ളുന്നത്? ജൈനമത ദർശനം രൂപം കൊള്ളുന്നത്. ആരാണ് ഈ മതം പ്രചരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. അങ്ങനെ ഈ ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര്? വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരൻ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ജിനൻ. ഓക്കെ, അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജിനൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജിനൻ എന്നുള്ള വാക്കിന്റെ മീനിങ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ മീനിങ്. അപ്പം പറഞ്ഞു വന്ന കാര്യം, വർദ്ധമാന മഹാവീരനെ കുറിച്ച് അദ്ദേഹം ജൈനമതം പ്രചരിപ്പിച്ചു. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ജിനൻ എന്നായിരുന്നു. 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര്? വർദ്ധമാന മഹാവീരൻ. തീർത്ഥങ്കരൻ എന്നുള്ള ആ ടേം ഒന്ന് പരിചയപ്പെടാം അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു തീർത്ഥങ്കരൻ എന്നുള്ള ടേം. മനസ്സിലാക്കി വെക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യം, സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതിന്റെ അർത്ഥം അതാണ്. തീർത്ഥങ്കരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ. അതേപോലെ തന്നെ ജൈനമത വിശ്വാസ പ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. ആ 24ാമത്തെ തീർത്ഥങ്കരന്റെ പേര് നമ്മൾ പരിചയപ്പെട്ടു. അതാണ് ഇത് വർദ്ധമാന മഹാവീരൻ. ക്ലിയർ? അടുത്ത കാര്യം നോക്കിക്കേ, ജൈനമത ആശയങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അഹിംസയാണ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? എല്ലാ വസ്തുക്കളും ജീവനുണ്ട്, അതിനെ ഒന്നും എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. അടുത്ത കാര്യം, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കളവ് ചെയ്യരുത് എന്നുള്ള കാര്യം. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ഇതാണ് ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് അനുഷ്ഠിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതൊക്കെയാണ് എന്ത്? ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. വിശ്വാസം, അറിവ്, പ്രവൃത്തി. വിശ്വാസം, അറിവ്, പ്രവൃത്തി. അപ്പൊ ഇതൊക്കെ അനുഷ്ഠിക്കാൻ പറയുന്നുണ്ട്. കിട്ടിയല്ലോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? എല്ലാ വസ്തുക്കളും ജീവനുണ്ട്, അതിനൊന്നും ഉപദ്രവിക്കരുത്, കളവ് ചെയ്യരുത്, മോഷ്ടിക്കരുത്.
അതേപോലെ തന്നെ ശരിയായ വിശ്വാസമായിരിക്കണം, അറിവായിരിക്കണം, പ്രവൃത്തിയായിരിക്കണം, ഇവയൊക്കെ അനുഷ്ഠിക്കണം. ഇതാണ് ജൈനമതത്തിലെ ആശയങ്ങൾ. ക്ലിയർ? അടുത്തത് ഗൗതമ ബുദ്ധൻ. ഓക്കെ, നമ്മൾ കാണുന്ന ഈ പിക്ചറാണ് ഗൗതമ ബുദ്ധൻ്റെത്. അപ്പം ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്? അടുത്ത ദർശനം എന്ന് പറയുന്നത് ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. നോക്കി, ബുദ്ധമതം പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. ഗൗതമ ബുദ്ധൻ ബുദ്ധമതം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. സിദ്ധാർത്ഥനാണ് ഗൗതമ ബുദ്ധന്റെ ശരിയായ പേര്. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് ബീഹാറിലെ ബോധഗയയിൽ വെച്ചിട്ടാണ് ജ്ഞാനോദയം നേടിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആലോചിച്ച് വെക്കുക. സിമ്പിളായിട്ട് കാര്യങ്ങളാണ്, നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഗൗതമ ബുദ്ധൻ, അദ്ദേഹത്തിന്റെ പേരാണ് സിദ്ധാർത്ഥൻ. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് ബീഹാറിലെ ബോധഗയയിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ബോധഗയയിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? അടുത്തത് ബുദ്ധമതത്തിന്റെ ആശയങ്ങളാണ്. ഫസ്റ്റ് വൺ, ബുദ്ധമത ആശയങ്ങൾ. ഒന്നാമത് ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യം ജൈനമതത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആ ആശയങ്ങൾ തന്നെയാണ് മെയിനായിട്ടും ഇവിടെ ഉള്ളത് അല്ലെ. അത്രത്തോളം ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ചോദിക്കാൻ പ്രാധാന്യമുള്ളതോ ആയിട്ടുള്ള ഭാഗങ്ങളല്ല ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. കൃത്യമായിട്ട് മനുഷ്യന്മാർ ഉൾക്കൊള്ളേണ്ട ആശയങ്ങൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ചാർവാക ദർശനാണ്. അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനത്തിന്റെ പേരാണ് ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോകായത എന്നറിയപ്പെട്ട ദർശനം ഏതാണ്? ചാർവാക ദർശനാണ്. ചാർവാക ദർശനാണ് ലോകായത എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട തത്വം. ഓക്കെ, പ്രധാനപ്പെട്ട തത്വം എന്താ? വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ പരിചയപ്പെട്ടു. നമുക്കറിയാം കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. PSC ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒരുപാടെണ്ണം ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.